മൈൻക്രാഫ്റ്റ് സർവൈവൽ എന്നെ സംബന്ധിച്ച് എളുപ്പമുള്ള കാര്യമാണ്. കാരണം റീസ്പോൺ ഓപ്ഷൻ വരും. പക്ഷെ മൈൻക്രാഫ്റ്റ് വേറൊരു മോഡുണ്ട്, ദ ഹാർഡ് കോർ മോഡ്. ഇതിൽ നമ്മൾ ചത്ത പിന്നെ നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ചത്തതാണ്. സോ ഹിയർ ഈസ് ദ ഹാർഡ് കോർ ഫസ്റ്റ് എപ്പിസോഡ്. സോ എനിക്ക് കുറച്ച് ഗോളുകളും കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ ഫുൾ സെറ്റ് ഡയമണ്ട് ആർമർ ആൻഡ് ടൂൾസ് ആക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻഡറാവിനെ കൊല്ലണം. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ. സോ ഫസ്റ്റ് ഫോൺ വീണത് പ്ലെയിൻസ് ബയോമിലാണ്. പിന്നെ അവിടെ നിന്ന് ഒരു മരം മേടിച്ച് പൊട്ടിച്ച്. അപ്പം ഞാൻ നെക്സ്റ്റ് പരിപാടി എല്ലാവരും ചെയ്യുന്ന പോലെ ക്രാഫ്റ്റിംഗ് ടേബിളും സ്റ്റിക്കും ഉണ്ടാക്കുക. അപ്പം അതെല്ലാം ഉണ്ടാക്കി ഷീപ്പിനെ കൊല്ലണം. അപ്പം ലെറ്റ്സ് ഗോ. സോ ആദ്യം തന്നെ ഞാൻ ഒരു ആക്സ് ഉണ്ടാക്കി. കാരണം ഇവിടെ കുറേ ഷീപ്പ് ഇരിക്കണം, തല്ലിക്കൊല്ലണം അതിന്. അല്ലെങ്കിൽ രാത്രി സ്കിപ്പ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഈ രാത്രി മറ്റേ ലുട്ടാപ്പ് എണ്ണന്മാരൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും. അപ്പം അതിനെയൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ നിന്ന് ഷീപ്പിനെ കൊല്ലാം. സോ നിങ്ങൾ തന്നെ കണ്ടാണല്ലോ ഗെയിമുകൾ ഇങ്ങനെ ക്രാഷായി പൊക്കോണ്ടിരിക്കുകയാണ്. ഭയങ്കര പാടാണ് ഗെയിമേഴ്സ്. വിഷമമൊക്കെ ചില സമയത്ത് ഭയങ്കര എന്താ പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചില റെക്കോർഡിങ്സ് ഒന്നും റെക്കോർഡ് പോലും ആവൂലേ ഗെയിം ക്രാഷ് ആവുന്ന കാരണം. എനിക്ക് ഭയങ്കര ദേഷ്യം വരും. ഭയങ്കര ദേഷ്യം വരും. ഞാൻ ഇപ്പം ആരും ഇത്രയും പ്രോഗ്രസ് ചെയ്തതെല്ലാം പിന്നെ തിരിച്ചും അത് സേവ് ആയാലും പിന്നെയും പ്രോഗ്രസ് ചെയ്യേണ്ടി വരും. അതാണ് ഒരേ ഒരു കുഴപ്പം. സോ ഞാൻ പിന്നെയും വേൾഡിൽ കയറിയപ്പോൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന് പോലും. പിന്നെ ഒന്നും കൂടെ കുത്തിയിരുന്ന് എല്ലാം ചെയ്തു ഗെയിമേഴ്സ്. സോ അപ്പോൾ ഗെയിമേഴ്സ് ഞാൻ എടുത്തുകൊണ്ട് വന്ന ഫുഡും കാര്യങ്ങളെല്ലാം കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ ഫുഡ് കളക്ട് ചെയ്യണം. കാരണം കുറച്ചൊന്ന് എക്സ്പ്ലോറിങ്ങിന് കാര്യങ്ങളൊക്കെ പോകാനുള്ളതാണ്. ആദ്യം തന്നെ നമുക്ക് കുറച്ചും കൂടെ ഫുഡ് കളക്ട് ചെയ്യാം. സോ ഗെയിമേഴ്സ് ഞാൻ ഇവിടെ നിന്ന് പന്നീൻ കുട്ടന്മാരെ എല്ലാവരും കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വലിയൊരു കേവ് ഇരിക്കുന്നുണ്ടോ. എനിക്ക് പോകാനൊക്കെ താല്പര്യമുണ്ട്. പക്ഷേ ഒരു പ്രോ ആയതുകൊണ്ട് അവിടെയൊക്കെ ചെന്ന് ഇപ്പം തന്നെ ഞാൻ ചാവും. സോ നമുക്ക് ഈ അടുത്ത ഇതെന്ന് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു വില്ലേജ് കാര്യങ്ങളാണ് കണ്ടുപിടിക്കാനുള്ളത്. കാരണം വില്ലേജിൽ പോയാൽ അയൺ ഗോളം കിട്ടും. അയൺ ഗോളത്തിനെ തല്ലി കൊന്നിട്ട് അയൺ എടുക്കുക. എന്നിട്ട് നമ്മൾ ഫുൾ സെറ്റ് ഡയമണ്ട് ആർമർ ആകാൻ പോയിരുന്നു. നമ്മൾ അയൺ പോലെ ആവണില്ല കേട്ടോ ഗെയിംസ്. സോ ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ വരാം. ഗെയ്സ് വീഡിയോ ഒന്ന് പോസ് ചെയ്യട്ടെ. ഞാൻ ഒരു കാര്യം ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. ഈ ഫുള്ള് ഗെയിം പ്ലേയിൽ വീഡിയോയിൽ എനിക്ക് കുറേയൊക്കെ ഡിലീറ്റായി താനേ ഈ ലാഗ് കാരണം ഡിലീറ്റായി പോവുകയും ചെയ്ത് ഗെയിമേഴ്സ്. മിക്ക വീഡിയോകളും ഇല്ല കേട്ടോ ഗെയിമേഴ്സ്. സോ നിങ്ങൾ അതിരി സഹിച്ചും ക്ഷമിച്ചും നിൽക്കേണ്ടതാണെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. നോ ക്ലിപ്സ് റെക്കോർഡഡ്. സോ ഹിയർ ഈസ് വാട്ട് ഹാപ്പൻഡ്. സോ ഗെയിമേഴ്സ് എനിക്കൊരു വില്ലേജും കാര്യങ്ങളെല്ലാം കിട്ടി. അതിനുശേഷം അവിടെ നിന്ന് അയൺ ഗോള അണ്ണാത്തിരി അങ്ങ് പടമാക്കി. നമുക്ക് വലിയ എണ്ണൻ്റെ നിന്ന് കിട്ടിയ കുറച്ച് അയൺ കൊണ്ട് നമ്മളൊരു പിക്കാക്സ് ഉണ്ടാക്കി. അതിനുശേഷം ഒരു കിണ്ണം കച്ചിട്ട് ഷീൽഡ് ഉണ്ടാക്കി. എന്തിനാണെന്ന് പറഞ്ഞുകൂടെ ഒരു ഉപയോഗമില്ല. അതിനുശേഷം ഞാൻ പിന്നെ ഡയറക്റ്റ് മൈനിങ്ങിന് പോയി ഗെയിമേഴ്സ്. അതിനുശേഷം എന്ത് സംഭവിച്ചെന്നല്ലേ, ഞാൻ ലാവ കാരണം ചത്തു. വിഷമായി, ഭയങ്കര രീതി വിഷമായി എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വിഷമായി. എന്റെ റിയാക്ഷൻ എന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടു. ഞാൻ ഒരു സൗണ്ട് എഫക്റ്റ് ആഡ് ചെയ്തിട്ടില്ല. അതെല്ലാം ഒറിജിനലായിട്ട് ആ ഒരു ഫുട്ടേജ് ഉള്ളതാണ്. അതിനുശേഷം പിന്നെ ഞാൻ എൻ്റെ മൊബൈൽ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് ഞാൻ അങ്ങ് പോയി. ഇതിന് ശേഷം എനിക്ക് മനസ്സിലായി ഞാൻ
വെറും വെറും വേസ്റ്റാണ്. എനിക്കിതിലൊന്നും കളിക്കാൻ പോലും പറ്റൂലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എന്നിട്ട് എൻ്റെ മനസ്സിനോട് പറഞ്ഞു, ഇതുവരെ ആരെങ്കിലും ചാവാതിരുന്നിട്ടുണ്ടോ? എല്ലാവരും മൈൻക്രാഫ്റ്റ് ചത്ത് തന്നെയാണ് പഠിക്കുന്നത്. സോ ഞാൻ പിന്നെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഈ ലോകത്തുള്ള എല്ലാ ഹാർഡ് കോർ യൂട്യൂബറിനെ ആലോചിച്ചു, എന്നിട്ട് തുടങ്ങി. നമ്മളെ സ്പോണെന്ന് പറഞ്ഞാൽ കിടിലൻ സ്പോണായിരുന്നു. അടുത്തൊരു വുഡ്ലാൻഡ് മാൻഷനും ഒരു ഷിപ്രക്കും ഉണ്ടായിരുന്നു. ഷിപ്രക്കിനകത്താണ് എനിക്ക് അയണും കാര്യങ്ങളെല്ലാം കിട്ടി. സോ ഇനി നമുക്ക് വില്ലേജും കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കണം, ഫുഡും കാര്യങ്ങളെല്ലാം ഗ്യാദർ ചെയ്യും. സോ ലെറ്റ്സ് ഗോ. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം എനിക്കൊരു വില്ലേജും കാര്യങ്ങളും കിട്ടി ഗെയിമേഴ്സ്. സോ ഇവിടെ വന്നിട്ട് ആദ്യം ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു ഫെൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ച് പശുവിനെ പിടിച്ചിടാൻ. കാരണം പശുവിനെ പിടിച്ചിട്ട് 2 കാര്യങ്ങൾ നമുക്ക് സോൾവ് ആയി കിട്ടും. ഒന്നാമത്തെ കാര്യം ഫുഡും കാര്യങ്ങളെല്ലാം ഇൻഫിനിറ്റ് ആയിട്ട് കിട്ടും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലെതറും കിട്ടും. സോ നമുക്ക് പശുവിനെ പിടിക്കാം. സോ ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ ഡയമണ്ട് മൈൻ. ആദ്യത്തെ ഡയമണ്ട് മൈനിൻ്റെ ഫുട്ടേജ് ഇല്ല. സോ തൽക്കാലത്തേക്ക് ഇത് ആദ്യമൊന്നും പറഞ്ഞ് സമാധാനിക്കുക. ഇനി നമുക്ക് കുറേ പരിപാടികളുണ്ട്. ഇനി ഫുൾ സെറ്റ് ആർമറും കാര്യങ്ങളും ഉണ്ടാക്കണം. ഒരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടെ ഡയമണ്ട് മൈൻ ചെയ്തെടുക്കാം. ലെറ്റ്സ് ഗോ. സോ ഗെയിമേഴ്സ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫുൾ സെറ്റ് ഡയമണ്ട് ആർമർ ആൻഡ് ടൂൾസ് ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് എമറാൾഡും കാര്യങ്ങളും ഞാൻ കളക്ട് ചെയ്തു. അവിടെ ഒരു ട്രേഡിങ്ങുകളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ വീടെല്ലാം പൊളിച്ചെടുത്തിട്ടാണ് ഞാൻ ചെയ്തത്. പിന്നെ ഞാനൊരു എൻചാൻമെൻറ്റ് ടേബിളും കാര്യങ്ങളും ഉണ്ടാക്കി. സോ ഗെയിമേഴ്സ്, ഇനിയിപ്പോൾ എനിക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഡയമണ്ട് പിക്കാക്സ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ അതിനെ നമുക്ക് എൻജോയ് ചെയ്ത് നോക്കാം എന്ത് കിട്ടുമെന്ന്. ഗെയിമേഴ്സ്, നമുക്ക് കാണിക്കുന്ന ഫോർച്യൂണിറ്റി ആണ് നമ്മളങ്ങ് എടുത്ത് അത് അത്യാവശ്യം നൈസായിരുന്നു കേട്ടോ ഗെയിമേഴ്സ്. സിൽട്ടച്ച് നമുക്ക് അടുത്ത പിക്കാക്സ് കിട്ടുന്നുണ്ട്. നമുക്ക് എന്തായാലും സിൽട്ടച്ചും വേണം. സോഡിലോ നോക്ക് ബാക്ക്. എനിക്കിപ്പോൾ ബൂട്ടിൽ അൺബ്രേക്കിംഗ് ആണ് കാണിക്കുന്നത്. എനിക്ക് അൺബ്രേക്കിംഗ് അല്ല വേണ്ടത് ഗെയിമേഴ്സ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഫെദർ ഫോളും കാര്യങ്ങൾ വേണം. കാരണം നമ്മൾ കളിക്കുന്ന ഹാർഡ് കോറാണ്. ഹാർഡ് കോറിന്ന് എവിടെയെങ്കിലും എന്തെങ്കിലും പിഴവ് സംഭവിച്ച് താഴെ ചാടിയ ടാറ്റ ബൈ ബൈ ഗുഡ് ബൈ ഗയ. ബൈ ബൈ ടാറ്റ ഗുഡ് ബൈ ഗയ. ചെസ്റ്റ് പ്ലേറ്റിന് അൺബ്രേക്കിംഗ് ആണ്. സോ ലെവൽ വേണം. ലെവലിന് വേണ്ടി ഞാൻ ഇപ്പം ലേൻ്റെ അടുത്ത് കമ്പ് ട്രേഡ് ചെയ്തിട്ടാണ് എമറാൾഡും കാര്യങ്ങളൊക്കെ പോയി. ഇങ്ങനെ ഇപ്പം തന്നെ ഒരു സ്റ്റാക്ക് കിട്ടണമായി. അടുത്തൊരു ജിങ്കിൾ ഭയം ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് അവിടെ ചെന്ന് ഒരു സാപ്ലിങ് അടിച്ചു മാറ്റി കൊണ്ടുവന്നു. എന്നിട്ട് അതിനെ കൊടുത്ത് ഇവന്മാരത്ത് ട്രേഡ് ചെയ്തു. ഇവ എനിക്ക് മെൻഡിങ് ബുക്കും കാര്യങ്ങളും സെല്ല് ചെയ്യാനുള്ള ഇതായി. പിന്നെ എനിക്ക് പ്രൊട്ടക്ഷൻ 4ഉം കാര്യങ്ങളുമാണ് സെല്ല് ചെയ്യുന്നത്. അപ്പം എൻ്റെ പരിപാടി എന്ന് പറയുമ്പം ഇത് രണ്ടും എനിക്ക് വാങ്ങിക്കണം. എൻ്റെ ആർമറിലും ടൂൾസിലും കാര്യങ്ങളും ഇടാം. എല്ലാം മാക്സ് ഔട്ട് ചെയ്യുക, ഇതാണ് പരിപാടി. സോ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ പറയാൻ വിട്ടുപോയി, ഞാൻ ആക്സിൽ എഫിഷ്യൻസി 2 കാര്യങ്ങളെല്ലാം എടുത്തിട്ടു. കാരണം നമുക്ക് മരമൊക്കെ പെട്ടെന്ന് വെട്ടിയിടാൻ, എന്നിട്ട് ആ മരത്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് ചട്ടപ്പട്ടയെന്ന് പറഞ്ഞ് വെട്ടിയിടാൻ വേണ്ടി ഞാൻ എഫിഷ്യൻസി 2 നമ്മൾ ആക്സിൽ എടുത്തിട്ടുണ്ട്. സോ ഇനിയല്ല പരിപാടി സ്മൂത്തായിട്ട് അടക്കും. ഇനി അടുത്ത അപ്ഡേറ്റ് എപ്പോഴാണെന്ന് വെച്ചാൽ അപ്പം കൊണ്ടുതരാം. 2 hours later. ഓക്കെ ഗെയിമേഴ്സ്, ഞാൻ ആ ഒരു മെൻഡിങ്ങും ബുക്കും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു. കുറച്ച് നേരം അയൺ മൈനിങ്ങിനും കാര്യങ്ങളെല്ലാം പോകേണ്ടി വന്നു ഈ ഒരു ആൻവില് സംഘടിപ്പിക്കാൻ. കാരണം ഇത് ഡ്യൂറബിലിറ്റി ഒന്ന് കുറഞ്ഞു. ബൈ ദ വേ എഫിഷ്യൻസി 4 നമുക്ക് കിട്ടിയായിരുന്നു രണ്ടാമത്തെ പ്രാവശ്യം 30 ലെവലാക്കിയിട്ട് എൻചാൻറ്റ് ചെയ്തപ്പോൾ. സോ ഇനി വല്ല ഇങ്ങനത്തെ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഇനി ഇങ്ങനെ വരാം. സോ അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ട് ഇതാണ്ട് നമ്മളുടെ പിക്കാക്സ് മാക്സ് ഔട്ട് ചെയ്യാൻ വേണ്ടി എല്ലാ ബുക്കും കാര്യങ്ങളും വാങ്ങിച്ചു. ഇനി നമുക്ക് പിക്കാക്സിൽ നമ്മൾക്ക് എഫിഷ്യൻസി 5 ഇടാം. കാരണം വേറെ നമുക്ക് എഫിഷ്യൻസി 5ഉം കാര്യങ്ങളും നമുക്ക് ട്രേഡ് ചെയ്ത് തന്നു. അടുത്ത് ഇനി നമ്മളെ പിക്ക് ഇടാണോ മെൻഡിങ് ആണ്. സോ നോക്കാതിടാം. ഇങ്ങനെ ഫൈനലി ഒരു നീണ്ട സമയത്തിന് ശേഷം നമ്മളുടെ പിക്കാക്സ് മാക്സ് ഔട്ട് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ അൺബ്രേക്കിങ് കാര്യങ്ങളും വേണം ഗെയിമേഴ്സ്. അൺബ്രേക്കിങ് ഞാൻ
നോക്കിയിട്ട് ഒന്നും കിട്ടിയില്ല. അൺബ്രേക്കിംഗ് ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് എഫിഷ്യൻസി 5 കിട്ടിയത്. എനിക്ക് അൺബ്രേക്കിംഗ് കിട്ടണം, കാരണം നമുക്ക് അൺബ്രേക്കിംഗ് കിട്ടിയാൽ നമ്മൾ ആക്സിലും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുള്ളൂ. സോ ലെറ്റ്സ് ട്രൈ ഫോർ ഇറ്റ്. 2 days later. ലിറ്ററലി ഗെയിംസ് ഒന്ന് നോക്കിയേ, 16 എമറാൾഡിലേ ഉള്ളൊരു മെൻഡിങ്. ലെറ്റ്സ് ഗോ അല്ലേ, ലെറ്റ്സ് ഗോ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഞാൻ കൊള്ള ലാഭത്തുനിന്ന് മെൻഡിങ് വാങ്ങിച്ച്. പുള്ളിക്കാരാരാണെന്ന് ഞാൻ കാണിച്ചുതരാം. ഇതാണ് ആ പയ്യൻ, 37 എമറാൾഡ്. ഞാൻ പറ്റിക്കപ്പെട്ടു ഗെയിമേഴ്സ്. സോ ഇവൻ ഈ ലോകത്ത് ഭാരമായിട്ട് വേണ്ട. You know what time it is? സോ ഗെയിമേഴ്സ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് താണ്ടേ നമുക്ക് അൺബ്രേക്കിംഗ് 2 കാര്യങ്ങളെല്ലാം കിട്ടി. ഞാൻ 2 മാച്ചു, കാരണം കമ്പൈൻ ചെയ്ത് അൺബ്രേക്കിംഗ് 3 ആക്കിയിട്ട് നമ്മൾ ആക്സ് ഇടാം, കാരണം ആക്സിൻ്റെ ഡ്യൂറബിലിറ്റി വളരെ വളരെ കുറവാണ്. സോ അൺബ്രേക്കിംഗ് 3 മസ്റ്റായിട്ട് ഇട്ടാലേ പറ്റുള്ളൂ. സോ ലെറ്റ്സ് ഡു ഇറ്റ്. സോ ഗെയിമേഴ്സ് എനിക്കിനി പണിയെന്ന് പറയുമ്പം ഇവിടെ നിന്ന് മരം വെട്ടണം, എൻ്റെ ആർമറിലെല്ലാം പ്രൊട്ടക്ഷൻ 4 വാങ്ങിക്കണം. ഇത് ഇത്തിരി നല്ല ബോറിങ് പരിപാടിയാണ് ഗെയിമേഴ്സ്. സോ ഇതാണ് ഇനി എൻ്റെ കുറേ നേരത്തെ പരിപാടി. അപ്പോൾ ഗെയിമേഴ്സ് എനിക്ക് കുറച്ച് ബോറൊക്കെ അടിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഡയമണ്ട് മൈനിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോയി. കാരണം നമുക്ക് ആ ഭാവിയിൽ നെതറൈറ്റ് ആവണമെങ്കിൽ അപ്ഗ്രേഡ് കിട്ടൊക്കെ വേണം, അതിന് ഡയമണ്ട് വേണം. സോ എത്ര ഡയമണ്ട് കിട്ടിയെന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്യും. ഓക്കെ ഗെയിമേഴ്സ്, നമുക്ക് ഇൻ ടോട്ടൽ ഇവിടെ ഇരുന്നേം കൂട്ടി ഒരു സ്റ്റാക്ക് 2 ഡയമണ്ടും കൂടെ കിട്ടിയിട്ടുണ്ട്. അതെന്തായാലും നൈസായിട്ടുള്ള സാധനം, ഒരു എമൗണ്ടാണ്. ഗെയിമേഴ്സ് എനിക്ക് ഇവിടെയായിട്ടൊരു ചെറിയൊരു മോഫാവും കാര്യങ്ങളും പണിയണമെന്നുണ്ട്, കാരണം ഗൺ പൗഡറൊക്കെ വേണം മറ്റേ എലക്ട്രിക് എടുക്കുമ്പോൾ. സോ ഇനി കുറച്ച് ബ്ലോക്കും കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ആ പണി ചെയ്ത് തീർത്തിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഊഫ്, 2 മണിക്കൂർ എടുത്ത് ഇതൊന്ന് ബിൽഡ് ചെയ്ത് തീർക്കാൻ. സംഗതി വർക്കിംഗ് ആണ്, പക്ഷേ 2 മണിക്കൂർ നോക്കിയപ്പം 3 മോബ്സ് മാത്രമേ താഴെ വന്ന് വീഴുള്ളൂ. ഭയങ്കര എഫിഷ്യൻ്റാണ്. ഗെയിമേഴ്സ് 2-3 മോബ്സിനെ കിട്ടി, കാണിക്കാൻ വേണ്ടി മാത്രമാണ് 2 മണിക്കൂർ AFK നിന്നിട്ട് 3 മോബ്സിനെ മാത്രം കിട്ടിയത്. സോ ഇനി ഒന്നും കിട്ടിയില്ലെന്ന് നമ്മൾ മനസ്സിലാക്കുക, എന്നിട്ട് ഇനി അടുത്ത പ്രൊജക്റ്റിലോട്ട് പോവുക. ദാറ്റ് ഈസ് ഇറ്റ്. സോ ഗെയിമേഴ്സ് ഞാൻ ഇപ്പോൾ നെതറിൽ നിൽക്കുകയാണ്. ഞാൻ കുറച്ച് കുറച്ച് പിഗ്ലിൻ്റെ അടുത്തൊക്കെ ട്രേഡൊക്കെ ചെയ്ത് കുറച്ച് പോർഷൻസും കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. എൻട്രപ്പോളം കുറച്ച് കിട്ടി. നമ്മളുടെ ഇപ്പം നിൽക്കുന്ന ഒരു ഫോർട്രസിൻ്റെ മുമ്പിലാണ്, കുറച്ച് ദൂരമുണ്ട്. നമ്മൾ സ്പോണായി കുറച്ച് ദൂരത്താണ് ഫോർട്രസ് ഇരിക്കുന്നത്. സോ നമുക്ക് പോയി കുറച്ച് ബ്ലേസ് റോഡ് എടുത്തുകൊണ്ട് വരാം. ഗൈസ് ഇപ്പം ചത്തേനെ, ഇപ്പോൾ ഇത്രയും പ്രാക്ടീസ് ചെയ്ത് ഇപ്പം തീർന്നേനെ. 2 വിതർ സ്കെൽറ്റൻ നിന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ ഇവിടെയായിട്ട് ഒരു ബ്ലേസ് ഫൗണ്ടർ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. നല്ല ലാഗും കാര്യങ്ങളൊക്കെ. സോ ഇതിൻ്റെ മണ്ടയിലാണ്. സോ ഞാൻ അടച്ചു കൂട്ടിയിട്ട് കുറച്ച് ബ്ലേസിനെ അങ്ങ് എടുത്തുകൊണ്ട് വരട്ടെ ഗൈസ്. ഞാൻ വീട്ടിൽ പോകണം. 15 ബ്ലേസ് റോഡ് ഗെയിംസ്, 15 ബ്ലേസ് റോഡ്. ഇനി ഞാൻ വീട്ടിൽ എത്തി ശ്വാസമൊക്കെ വിടട്ട്. വീട്ടിൽ എത്തിയിട്ട് കാണാം. അങ്ങനെ ഞാൻ വീട്ടിൽ എത്തി ഗെയിംസ്. ഫുഡും ഇല്ലാതെ നെതറെ പെട്ടുപോയി. പിന്നെ എനിക്ക് കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളും ഉണ്ട്. എന്നിട്ട് നമുക്ക് എൻ്ററായി സെറ്റ് ചെയ്തിട്ട് ഒക്കെ പോകാം. എൻ്റെ ബൂട്ടിലും കാര്യങ്ങളും ഫെദർ ഫോളയും കാര്യങ്ങളും ഉണ്ടാകും. സോ അതെല്ലാം ചെയ്തിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഗെയിമേഴ്സ്, ഞാൻ ഒരു കാര്യം പറയാനാണ്. എൻ്ററായതിൻ്റെ ഫൈറ്റ് ഞാൻ റെക്കോർഡ് ചെയ്തതാണ്. ക്ലിപ്പെല്ലാം ഡിലീറ്റ് ആയിപ്പോയി. ലാഗ് കാരണം, പരട്ട ലാഗ് കാരണം ഡിലീറ്റ് ആയിപ്പോയി.
സോ ഗീമോസ് ഞാൻ എൻട്രായിൻ്റെ ഫൈറ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ക്ലിപ്പുകളൊന്നും റെക്കോർഡായില്ല ഗീമോസ്. അങ്ങനെ ഞാൻ ഐ ഓഫ് എൻട്രയെല്ലാം എറിഞ്ഞ് എൻ പോർട്ടൽ കണ്ടുപിടിച്ച് എൻ പോർട്ടൽ ലൈറ്റ് ചെയ്ത് അതിനകത്തെടുത്ത് ചാടി. എന്നിട്ടടിയെന്ന് വെച്ചാൽ പുരിഞ്ഞടിയായിരുന്നു, വെട്ടി കീർത്തി എൻട്രയെ പഞ്ഞിക്കിട്ടു. എന്നിട്ട് നമുക്കിനി കുറച്ച് എലൈറ്ററും കാര്യങ്ങളും എടുക്കാം. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ ഇനി എനിക്ക് കുറച്ച് എൻട്രപ്പോളും കാര്യങ്ങളും കൂടെ വേണം. കാരണം നമുക്ക് മറ്റേ റിമോട്ട് ഗേറ്റ് വേ ആ സൊനീനകത്തൂടെ പോകാൻ വേണ്ടി ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരൊറ്റ എൻട്രപ്പോളാണ് ഉള്ളൂ. സോ ലെറ്റ്സ് ഹണ്ട് എൻട്രമാൻ. സോ ഗെയിമേഴ്സ് 5 എൻട്രപ്പോളും കാര്യങ്ങളും കൂടെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് അതുകൊണ്ട് അവിടെ ഒരു റിമോട്ട് ഗേറ്റ് വേ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മണ്ടേ കയറാൻ വേണ്ടി കുറച്ച് ബ്ലോക്കും കാര്യങ്ങളും ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി അതിൻ്റെ മണ്ടേ കയറാം. സോ ഗെയിമേഴ്സ് ഞാൻ ഇതിൻ്റെ മണ്ടേ ഇറങ്ങി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് എൻട്രപ്പോൾ എറിഞ്ഞു കൊടുക്കാം. ഓക്കെ ലെറ്റ്സ് ഗോ. ഇനി എനിക്ക് പരിപാടി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കോർഡിനേറ്റ്സ് എഴുതിയെടുക്കുക, എൻഷിപ്പും കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കുക. സോ എല്ലാം കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ ഇനി അപ്ഡേറ്റ് ചെയ്യാം. സോ ഗെയിമേഴ്സ് ആണ്ട് നമ്മളിപ്പോൾ എൻഷിപ്പിലേക്ക് ദൂ ഇരിക്കണുണ്ട്, എൻഷിപ്പ് പോയിരിക്കുന്നുണ്ട്. സോ നമുക്ക് ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് അങ്ങോട്ട് പോവാം. ഞാൻ ഇങ്ങെത്തി. ഓക്കെ ഗെയിമേഴ്സ് ഓക്കെ താഴെ പോയി നമ്മൾ എലൈറ്റർ ഇങ്ങോട്ട് തൂക്കിയെടുത്തോണ്ട് വരാം. എൻ്റെ എലൈറ്റർ എത്ര ദിവസം എടുത്തുന്ന ഇവിടെ വരാത്തായി. ലെറ്റ്സ് ഗോ ഗെയിമേഴ്സ്, ലെറ്റ്സ് ഗോ. ഗെയിമേഴ്സ് നമുക്ക് ഒട്ടും താമസിക്കേണ്ട, നമ്മളുടെ ബണ്ടിൽ പറഞ്ഞ ആൻവില്ലും കാര്യങ്ങളും എടുത്ത് ഇതിനകത്ത് മെൻഡിങ് ആൻഡ് ബ്രേക്കിംഗ് ഇടാം. ഓക്കെ ഗെയിമേഴ്സ് എലൈറ്റർ എടുത്തിട്ടുണ്ട്. കുറച്ച് ഫയർ വർക്ക്സ് ക്രാഫ്റ്റ് ചെയ്യാം. ഞാൻ ഗൺ പൗഡറും ഇതും എടുത്തുകൊണ്ട് വന്ന്. സോ ടപ്പേ ഇൻവെൻറ്റർ ഇറങ്ങി നമുക്ക് പറക്കാം ഗെയിമേഴ്സ്. ഇതിന് വേണ്ടി എത്ര കാലം വന്നായിരുന്നു. ഓക്കെ ഞാൻ കോർഡിനേറ്റ്സ് നോക്കി വീട്ടിൽ എത്തിയിട്ട് നിങ്ങളെ ഇനി അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് ചാടാം ഗെയിമേഴ്സ്. സോ ഗെയിമേഴ്സ് ഞാൻ ഇപ്പോൾ സ്പോണിലെത്തി. വീട്ടിൽ ബെഡിൻ്റെ റീസ്പോണൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. സോ ഇത്ര വരെ വീഡിയോ കണ്ടിരുന്ന ആൾക്കാരാണെങ്കിൽ വളരെ വളരെ താങ്ക്സ്. എൻ്റെ ഈ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. സോ ഡു സപ്പോർട്ട്, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം എഡിറ്റിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. സോ ഞാൻ ആണ്ടിലും സംക്രാന്തികൾക്കൊക്കെ ഇങ്ങനെ വീഡിയോകൾ ഇങ്ങനെ ഇടും. സോ ഡു സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത എപ്പിസോഡ് കുറേ കൂടെ ഒരു വലിയ ലെവലിൽ പ്ലാനൊക്കെ ചെയ്ത് വെച്ചേക്കാണ്. സോ ഇനി അടുത്ത എപ്പിസോഡൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.